ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തമൻ സുന്ദരിയുടെ അടുത്ത് ചെന്ന് ലതയുടെ കുറ്റം പറയാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ലത എന്തിനാണ് മേഡം ലീവ് എടുക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് അറിയുമോ? ലതയ്ക്ക് കുട്ടികളില്ല. ലതയ്ക്ക് കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാനാണെന്നും പറഞ്ഞങ്ങ് പോവും. പക്ഷേ ഭാര്യയും ഭർത്താവും കൂടി ടൂറിന് നടക്കുകയാണ്. അല്ലാതെ ഇത്രയും വർഷമായ ഇവർക്കുണ്ടോ ഇനി കുട്ടികളുണ്ടാവുന്ന? 8 വർഷമായി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയും അവർക്ക് കുഞ്ഞില്ല. അതിൻ്റെ പേരിൽ എന്നും ലീവ് എടുക്കലും ഹോസ്പിറ്റലിൽ ആണെന്നും പറഞ്ഞ് ചികിത്സയ്ക്ക് പോകലും അതുതന്നെയായിരുന്നു പതിവ് എന്നൊക്കെ പറഞ്ഞ് ലതയെക്കുറിച്ച് അങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ സുന്ദരി അവർക്ക് കുഞ്ഞുങ്ങളില്ലേ എന്നങ്ങ് ചോദിക്കാനുണ്ടോ. ഇല്ല, അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി ഇതുവരെയും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. ഇതിൻ്റെ പേരിൽ ആ ലത ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കും. അവർ 2 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഈ പേരും പറഞ്ഞ് ലീവ് എടുത്ത് ടൂറിന് പോകുമായിരിക്കും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ലതയെക്കുറിച്ച് അങ്ങ് പറയാം കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ സുന്ദരിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പക്ഷേ സുന്ദരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ കേട്ടോ. എന്നിട്ട് പറയണ, ഈ ലതയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാത്തതിന് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് പഴിച്ചു? ഈ പേരും പറഞ്ഞാണ് അവർ ലീവ് ചോദിക്കാറ്. അപ്പോൾ ഈ പേര് പറഞ്ഞ് ലീവ് ചോദിച്ച ആരായാലും ഒന്ന് ലീവ് കൊടുക്കുമല്ലോ. അതാണ് അവരുടെ അടവ്. അങ്ങനെ നല്ല ബുദ്ധിയോട് കൂടിയിട്ടാണ് ആ ലത ഓരോ ലീവും ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ അങ്ങ് പറയട്ടെ. അപ്പോഴാവും അവിടുത്തെ സ്റ്റാഫുകളെല്ലാവരും കൂടിയിട്ട് ആ പരാതിപ്പെട്ടി അങ്ങ് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയാണ് സുന്ദരിയോട്, ഈ പരാതിപ്പെട്ടിയുടെ ചാവി എവിടെ പോയെന്ന് ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പൂട്ട് പൊട്ടിച്ച ശേഷമാണ് ഇത് തുറന്നത്. ഇതിൽ ഒരുപാട് പരാതിയുണ്ട് മേഡം എന്നങ്ങ് പറയട്ടോ. നിങ്ങളത് എൻ്റെ ടേബിളിൽ അങ്ങ് കൊട്ടിയേക്ക് എന്ന് പറയട്ടോ. അങ്ങനെ സുന്ദരിയുടെ ടേബിളിൽ ആ പരാതികളെല്ലാം അങ്ങ് നിരത്തിയപ്പോൾ ഒരുപാട് പരാതി പേപ്പർ ഉണ്ടാവും കേട്ടോ അതിൽ. എന്നിട്ട് ഉത്തമൻ അങ്ങ് കളിയാക്കാൻ കേട്ടോ. ഈ പരാതിപ്പെട്ടി അവിടെ സ്ഥാപിച്ചത് ആ ശരത് ചന്ദ്രൻ സാറായിരുന്നു. അയാളുടെ പരിപാടിയാണ് ഇങ്ങനെ ഒരു പരാതിപ്പെട്ടി അവിടെ തൂക്കിയിടൽ. പക്ഷേ അതിലൊക്കെ ഉള്ള ആ പരാതി ഒന്നും ആവില്ല. അയാൾക്ക് വല്ലവരും പ്രേമലേഖനം എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ വല്ലതുമായിരിക്കും എന്നങ്ങ് പറഞ്ഞിട്ട് പരിഹസിച്ചോട്ട് അങ്ങ് ഉത്തമൻ അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ സുന്ദരി ഒന്നും മിണ്ടാതെ ദേഷ്യം പിടിച്ച് ഉത്തമനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയണ, സാറേ ഇതൊന്നും വായിച്ച് നോക്കാനൊന്നും നിൽക്കണ്ട. ഇതൊക്കെ ആ ശരത് ചന്ദ്രൻ്റെ പേരിൽ പ്രേമലേഖനമായിരിക്കും. ഇതൊക്കെ വായിച്ചുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കേണ്ടി വരും എന്നും പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സുന്ദരി പിന്നെ ഉത്തമനിട്ട് ഒരു പണി കൊടുക്കാൻ അങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഉത്തമനോട് പറയാൻ, ഒരു കാര്യം ചെയ്യാം ഉത്തമ, ഇതിപ്പോൾ ഏതായാലും പ്രേമലേഖനമാണെന്നല്ലേ ഉത്തമൻ സാറ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കാണുന്ന പേപ്പറുകൾ എല്ലാം തന്നെ ഇത് എന്താണെന്നുള്ളത് ഉത്തമൻ സാറ് വായിക്കണം. വായിച്ചിട്ട് ഓരോന്നിൻ്റെ ഭാഗത്ത് ഓരോ ഫയലുകളിലാക്കിയിട്ട് നാളെ രാവിലെ 10 മണിയാവുമ്പോഴത്തേക്കും എൻ്റെ ടേബിളിൽ ആ ഫയലുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ടാവണം. അത് ഓരോന്ന് തന്നെ ആയിട്ട് വേർതിരിച്ച് വേണം എൻ്റെ ടേബിളിൽ എത്തേണ്ടത്. പഞ്ചായത്തിലേക്ക് പോവേണ്ടതും ബാങ്കിലേക്ക് പോവേണ്ടതും മറ്റ് എന്തെല്ലാം പരാതികളാണോ അതൊക്കെ ഓരോന്നും വകതിരിവായിട്ട് തന്നെ നിങ്ങളത് വേർതിരിക്കണം. എന്നിട്ട് ഓരോ ഫയലുകളിലാക്കിയിട്ട് 10 മണിയാകുമ്പോഴത്തേനും എൻ്റെ ടേബിളിൽ അങ്ങ് എത്തിക്കണം എന്നങ്ങ് പറയും. മേഡം അതിന് പ്രേമലേഖനം മറ്റോ ആയിരിക്കും എന്നങ്ങ് പറയും. അതിന് നീ പൊട്ടിച്ച് വായിച്ചിട്ടില്ലല്ലോ ഉത്തമ. അതുകൊണ്ട് നീ പൊട്ടിച്ച് ഇതെല്ലാം വായിച്ച് എന്താണെന്നുള്ളതും പ്രേമലേഖനമാണെന്നോ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഉത്തമൻ പറയുന്നത് പോലെ അങ്ങ് പൊട്ടിച്ചിരിക്കാം. തൽക്കാലം ഞാൻ പറയുന്ന പണി അങ്ങ് ചെയ്താൽ മതി, ഇതെൻ്റെ ഓർഡറാണ് എന്നങ്ങ് പറഞ്ഞിട്ട് കുറച്ച് ഗൗരവത്തോടു കൂടി സുന്ദരി ഉത്തമനോട് അങ്ങ് പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉത്തമന് കാര്യം മനസ്സിലാവുകയാണ്. ഇത് എനിക്കിട്ട് നല്ലൊരു പണി തന്നെയാണ് തന്നിട്ടുള്ളത്. എന്തായാലും 10 മണിയാകുമ്പോഴത്തേന് ടേബിളിൽ എത്തിക്കണം എന്നല്ലേ പറയും. ഇപ്പോഴേ തുടങ്ങാം, എന്നാലാണ് നാളെ രാവിലെ 10 മണിയാകുമ്പോഴത്തേനും കഴിയുകയുള്ളൂ എന്ന് ഉത്തമൻ മനസ്സിൽ കരുതിയിട്ട് പിന്നെ ഓരോ പേപ്പർ എടുത്ത് ഓരോന്നും വായിച്ചിട്ട് എവിടേക്കാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഫയലുകളിൽ ഓരോന്നായി അടുക്കി വെക്കണം കേട്ടോ. പിന്നീട് കാർത്തിക് സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്പോർട്സുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫുട്ബോളിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് മഴയാണെങ്കിൽ ദേഷ്യം പിടിച്ച് മുഖവും വീർപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഇരിക്കാവും. ഈ സാറെന്താ എന്നെ ഒന്നും പഠിപ്പിക്കാൻ വരാത്തത്, ഈ സാറെന്താ എന്നെ ഒന്നും ശ്രദ്ധിക്കാത്തത് എന്നുള്ള ആ പരിഭവത്തോടു കൂടി തന്നെയാണ് ദേഷ്യം പിടിച്ച് മുഖം വീർപ്പിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാർത്തിക് ശ്രദ്ധിക്കുന്നുണ്ടാവും കേട്ടോ. മഴയെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷേ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മഴയുടെ അടുത്തേക്ക് വരാതെ ആ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് മഴയാണെങ്കിലോ
ഉണ്ടല്ലോ കാർത്തിക് വരുന്നില്ല എന്നങ്ങ് കാണുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവാണ്. പോകുന്ന വഴി പെട്ടെന്ന് തന്നെ കാർത്തിക് ഒരു പൊതിയുമായിട്ട് മഴയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞ് മഴയ്ക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് മിണ്ടണ്ട മാസ്റ്റർ, എന്നോട് മിണ്ടണ്ട എന്നങ്ങ് പറയട്ടെ. എന്താ മോളെ പിണക്കത്തിലാണോ? മാസ്റ്റർ എനിക്ക് മാത്രമല്ലേ കളികളൊന്നും പഠിപ്പിച്ചു തരാത്ത? മാസ്റ്റർ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ ഇരുന്നു കൊണ്ടുള്ള കളി ഞാൻ പഠിപ്പിച്ചു തരാം, എന്നിട്ട് എന്നെ മാസ്റ്റർ ഒന്നും നോക്കുപോലും ചെയ്തില്ലല്ലോ എന്നങ്ങ് പറയട്ടോ. അപ്പോൾ കാർത്തിക് പറയാണ്, മോളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, മോള് ഇരുന്ന് കളിക്കാനുള്ള ആ ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഇത് പൊട്ടിച്ചു നോക്ക്, ഇതിൽ ഇരുന്ന് കളിക്കാനുള്ളത്, ഗിഫ്റ്റിനകത്ത് ഇരുന്ന് കളിക്കാനുള്ളത്. എന്താ ഈ മാസ്റ്റർ പറയുന്നത്? ആദ്യം മോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്ക് എന്നങ്ങ് പറയട്ടോ. അങ്ങനെ മഴ അത് മനസ്സില്ലാ മനസ്സോടെ അങ്ങ് പൊട്ടിക്കുകയാണ്. പൊട്ടിച്ച് അത് നോക്കുന്ന സമയത്ത് ഇതിലെവിടെ ഇരുന്ന് കളിക്കാൻ, ഇതും കൂടി മോളൊന്ന് പൊട്ടിച്ച് നോക്ക് എന്നങ്ങ് പറയണേ. അങ്ങനെ ചെസ് ആവും കേട്ടോ. ചെസ് കണ്ടപ്പോൾ ഇതിലെങ്ങനെയാ കളിക്കുക, ഇതൊക്കെ മോൾക്ക് ഞാൻ പഠിപ്പിച്ച് തരാം എന്നങ്ങ് പറഞ്ഞിട്ട് ഇതാണ് ചെസ് എന്നൊക്കെ പറഞ്ഞിട്ട് മഴയ്ക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴാവും മഴയുടെ ക്ലാസ് ടീച്ചറൊക്കെ അവിടേക്ക് വരികയാണ്. ആ മാസ്റ്റർ ഇപ്പോൾ മോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ചെസ്സാണോ പഠിപ്പിക്കുന്നത്? അതെ, മോൾക്കിപ്പോൾ മേലിളകി ഒന്നും കളിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ചെസ്സ് പഠിപ്പിക്കാം എന്ന് ഞാനങ്ങ് കരുതിയ. അത് നല്ലതാ, മോൾ നല്ല ബ്രില്യൻ്റ് ആയ കുട്ടി തന്നെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മഴമോൾ ഇതൊക്കെ പഠിച്ചെടുത്തോളൂ, സാർ എന്നാൽ ഇത് പഠിപ്പിച്ചോളൂ എന്നങ്ങ് പറയട്ടോ. എന്നിട്ട് മഴയോട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ചെസ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മഴയ്ക്ക് അത് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മഴക്കാണെങ്കിലോ അത് നല്ല ഇഷ്ടമാവുകയാണ് കേട്ടോ. ചെസ്സ് കളി ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടമാവുകയാണ്. അങ്ങനെ കാർത്തികും മഴയും കൂടി കൂടുതൽ അങ്ങ് അടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാർത്തികിന് മഴയുടെ ആ കുസൃതിയും ആ ഒരു പിണക്കവും എല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യാണ്. അങ്ങനെ കാർത്തിക് മഴമോളുമായിട്ട് കൂടുതൽ അങ്ങ് അടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് സുന്ദരിയുടെ അടുത്തേക്ക് ലത വരികയാണ് കേട്ടോ. എന്നിട്ട് ഒരു ഫയലുമായിട്ട് ചെല്ലാണ്. ഇതാണ് മേഡം ചോദിച്ച ആ ഫയൽ, ഇതിലെല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൊടുക്കണം കേട്ടോ. ഇനി മേഡം ഞാൻ പോയിക്കോട്ടെ എന്നങ്ങ് ചോദിക്കുമ്പോൾ സുന്ദരി ചോദിക്കണം, താഴെ ഭർത്താവ് വന്നിട്ടുണ്ടാവില്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഇല്ല, ഇന്ന് അമ്പലത്തിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ഞാനൊരു ഓട്ടോ പിടിച്ച് അങ്ങ് പോവണം, ഞാനിന്ന് ലീവ് കിട്ടിയിട്ടില്ല എന്നങ്ങ് പറഞ്ഞപ്പോൾ എന്നോട് എന്നാൽ അമ്പലത്തിലേക്ക് വായോ എന്നാ പറഞ്ഞിട്ടുള്ളത് എന്നങ്ങ് പറയട്ടോ. അപ്പോൾ ലതയോട് പറയാണ്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് എന്നോടൊന്ന് ചോദിച്ചാൽ മതി, എനിക്കൊരു മെസ്സേജ് ചെയ്താൽ മതി, കാരണം നിങ്ങൾക്ക് കുട്ടികളുണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നീ ലീവ് ചോദിച്ചത് എന്ന് എന്നോട് ആദ്യമേ പറയുകയാണെങ്കിൽ ഞാൻ ലീവ് എന്തായാലും തരുമായിരുന്നല്ലോ, എന്നാൽ വേണമെങ്കിൽ നാളെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ എന്നങ്ങ് പറയുമ്പോൾ ലത പറയാണ്, ഇനി നാളെ വേണ്ട, വേറൊരു ദിവസം ആവട്ടെ മേഡം, കാരണം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ലീവ് കിട്ടിയിട്ടില്ല എന്നുള്ളത്, അതുകൊണ്ട് ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടില്ല, ഡോക്ടർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ അവിടേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയട്ടോ. എങ്കിൽ നിങ്ങൾക്ക് എന്നാണ് ലീവ് വേണ്ടത് എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ലീവ് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലതയോട് സുന്ദരി അങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, നിങ്ങൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, അതിൻ്റെ പുറമെ നിങ്ങൾ കുറച്ച് ദൈവവിശ്വാസത്തിന് കൂടി വേണം, അതിനൊക്കെ ഞങ്ങൾക്ക് ദൈവവിശ്വാസമുള്ളവർ തന്നെയാണെന്ന് പറയും, എങ്കിൽ ഞാൻ പറയുന്ന ഒരു അമ്പലത്തിലേക്ക് നിങ്ങൾ പോകണം, അവിടെ പോയിട്ടൊന്ന് മുങ്ങിക്കുളിച്ച് നിങ്ങൾ വഴിപാട് ചെയ്താൽ എന്തായാലും നിങ്ങളുടെ ഈ ആഗ്രഹം സാധിക്കും, നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു കൂടി വരും, അത് ഉറപ്പുള്ള കാര്യമാണ്, അപ്പോൾ ഏതാണ് അമ്പലം എന്ന് സുന്ദരിയോട് ലത ചോദിക്കുക. അങ്ങനെ സുന്ദരിയുടെ സ്ഥലത്തെ ആ ഒരു അമ്പലത്തിൻ്റെ പേരങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ചാമുണ്ടേശ്വരി എന്നാണ് അവിടെയുള്ള പേര്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ അമ്പലത്തിൽ പോകണം, എന്നിട്ട് അവിടെ ഒരു ദിവസം താമസിക്കണം, എന്നിട്ട് അവിടെ കുളിച്ച് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വഴിപാടും കാര്യങ്ങളും ചെയ്യുകയും വേണം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും എന്നൊക്കെ പറയണം. ഇനി നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ വല്ല സംശയമുണ്ടെങ്കിൽ അവിടെയുള്ള ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ തരാം, എന്ത് കാര്യമുണ്ടെങ്കിലും എന്ത് സംശയമുണ്ടെങ്കിലും ആൾക്ക് വിളിച്ചാൽ മതി, ആൾ അവിടുത്തെ മെയിൻ എല്ലാം അറിയുന്ന ആൾ തന്നെയാണ്, കൃഷ്ണൻ എന്നാണ് പേര്, അതുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഞാൻ അയാളുടെ നമ്പറും കാര്യങ്ങളും എല്ലാം തന്നെ അയച്ചു തരാം എന്നൊക്കെ പറയട്ടോ. അത് കേൾക്കുമ്പോൾ ലതയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. അപ്പോൾ ലത, ഞാൻ മാഡം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ എന്തായാലും ഉറപ്പായും അവിടേക്ക് പോയിക്കോളാം, മാഡത്തിനോട് ഞങ്ങൾ ഒരു ദിവസം ലീവ് ചോദിക്കാം, അന്നേ ദിവസം ഈ ഒരു നമ്പറും കാര്യങ്ങളും
കൃഷ്ണൻ്റെ തന്നാൽ മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ ലത അവിടുന്ന് സന്തോഷത്തോടു കൂടി അങ്ങനെ പോവാണ്. അങ്ങനെ ഓഫീസിലുള്ള സ്റ്റാഫുകളെല്ലാവരും തന്നെ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഉത്തമൻ ചോദിക്കുക, നിങ്ങളെല്ലാവരും പോവുകയാണോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് കൈവച്ച് ഇതൊന്ന് സഹായിച്ചു തരുമോ? ഇതിൽ ഒരുപാട് പേപ്പറുണ്ട്, ഇതൊക്കെ ഓരോന്നും ആക്കി വരുമ്പോഴത്തേനും നാളെ രാവിലെ ആവും എന്നൊക്കെ പറയട്ടോ. അത് പറ്റില്ല, ഉത്തമൻ സാറിന് മേഡം തന്ന ജോലിയല്ലേ, അത് സാറ് തന്നെ അങ്ങ് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് സ്റ്റാഫുകളെല്ലാം തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഉത്തമൻ ഇങ്ങനെ ദേഷ്യം വരികയാണ്. എന്നിട്ട് ഉത്തമൻ അതിലൊരു പേപ്പർ എടുത്തിട്ട് വല്ലാത്തൊരു പരാതി എന്നങ്ങ് പറഞ്ഞിട്ട് ആ പേപ്പർ അങ്ങ് ചുരുട്ടി കൂട്ടാട്ടെ. അപ്പോഴാവും അവിടേക്ക് സുന്ദരി അങ്ങ് വരികയാണ്. സുന്ദരിയെ കണ്ടതോടുകൂടി ചുരുട്ടി കൂട്ടിയ ആ പേപ്പറൊക്കെ നല്ലപോലെ ആക്കുകയാണ്. എന്നിട്ട് സുന്ദരിയുടെ മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുന്ദരി പറയാണ്, അല്ല ഉത്തമൻ സാറ് ഇതുവരെയും വീട്ടിലേക്ക് പോയില്ലേ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് പോയിക്കോളൂ എന്നങ്ങ് പറയും. അത് തന്നെ മേഡം, ഞാനും ഇപ്പോൾ അത് വിചാരിച്ചതേ ഉള്ളൂ, ഇനി എന്നാൽ ബാക്കിയൊക്കെ നാളെ വന്നിട്ട് ചെയ്യാം എന്നങ്ങ് പറയും. അത് മതി, എന്തായാലും ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ സമയമല്ലേ, എനിക്ക് നാളെ രാവിലെ 10 മണിയാകുമ്പോഴത്തേനും എൻ്റെ ടേബിളിൽ അങ്ങ് കൊണ്ടുവച്ചാൽ മതി എന്നങ്ങ് പറയുമ്പോൾ ഉത്തമന് മനസ്സിലാവാണ് ഇത് എനിക്കിട്ടൊരു പണി തന്നെയാണ്. എന്തായാലും നാളെ രാവിലെ 10 മണിയാകുമ്പോഴത്തേനും ഈ കണ്ട പേപ്പറുകളൊക്കെ നോക്കി ടേബിളിലാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഇത് ഓരോ ഫയലിലാക്കാനും പറ്റില്ല എന്നങ്ങ് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ സുന്ദരി അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ ഉത്തമൻ സ്വയം പറയണേ, ഇത് എനിക്ക് ആ സുന്ദരി മേഡം 8ൻ്റെ പണി തന്നെയാണ് തന്നിരിക്കുന്നത്, ഇതൊക്കെ ഓരോന്നും എങ്ങനെയൊക്കെ ആണാവോ ആക്കേണ്ടത് എന്നങ്ങ് പറഞ്ഞിട്ട് ഈ ഉത്തമന് കഴിയാത്തതൊന്നുമില്ല, ഇത് ഞാൻ ചെയ്തിരിക്കും, ഇതെല്ലാം തീർത്ത ശേഷം മാത്രമാണ് ഞാൻ വീട്ടിലേക്ക് പോവുകയുള്ളൂ എന്നങ്ങ് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് എല്ലാ സ്റ്റാഫുകളും സുന്ദരിയും ഒക്കെ പോയി കഴിഞ്ഞ ശേഷവും ഉത്തമൻ അവിടെ ഇരുന്ന് ഓരോ പേപ്പറുകളായി ഓരോന്നും നോക്കിയിട്ട് തന്നെ ഫയലുകളിലാക്കുകയാണ്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്.